ഇന്നത്തെ അടുക്കള ഞാൻ അങ്ങ് ഏറ്റെടുത്തു. അതുകൊണ്ട് രാവിലെ ഒരു ചായ ഇട്ട് നേരെ അവരുടെ അടുത്തെത്തി. എല്ലാവരും കൂടി ചായ കുടിച്ച് ഇന്നത്തെ ദിവസം തുടങ്ങി. എല്ലാവരും കൂടെ രാവിലെ ഒന്നിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഒരു ചായ കുടി എന്തായാലും ഒരു രസം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എൻ്റെയൊക്കെ കുഞ്ഞുനാൾ തൊട്ട് തുടങ്ങിയ പരിപാടിയായി രാവിലത്തെ കത്തിവെപ്പും ചായ കൂടി. വീട്ടിലെല്ലാവരും ഉള്ള ദിവസങ്ങൾ ഇതൊക്കെ ഇവിടെ പതിവുക. പിന്നെ അവരെല്ലാവരും മുറ്റത്തോട്ട് ഇറങ്ങി ഞാൻ നേരെ അടുക്കളയിലോട്ടും പോയി. ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ട് മുറ്റത്തേക്ക് ചെന്നപ്പോഴത്തേക്കും അവിടെ അവർ പണി തുടങ്ങി. അച്ഛനും അമ്മയും എന്തൊക്കെയോ കുറേ കോമഡി ഒപ്പിച്ചിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ചെന്നപ്പോൾ അമ്മ വീണ്ടും അതെനിക്ക് അനുകരിച്ച് കാണിച്ചു തരുക. ഇത് പോണില്ലേ? അതിന് വല്ല വെള്ളവ ചായ വല്ലതും കൊടുത്താ പണിക്ക് വന്നിട്ട് ചോദിക്കട്ടെ എന്നോട്. ചേട്ടാ ചേട്ടാ കേട്ടില്ലല്ലോ, ചെവി കേട്ടു. ചായ 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 കുടിച്ചാ? ബിയർ ബിയർ ബിയർ. കൊള്ളാല ബിയറിന് കേട്ടപ്പോ ചേട്ടൻ്റെ ഒരു സന്തോഷം. രാവിലെ ബിയർ തരാം, അവിടെ ഇരി. ഇതിവിടെ ഇന്ന് നടക്കുന്നൊരു കലാപരിപാടിയാണ്. അങ്ങനെ അവരുടെ വർത്താനം കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിൽ എന്നിട്ട് മുട്ട അങ്ങ് വേവിക്കാൻ വെച്ച്. ഇന്ന് എഗ് മട്ടർ മസാലയും ചപ്പാത്തി ഉണ്ടാക്കാൻ വെച്ച്. ആ കറിക്കാരൊന്നും എനിക്കറിയില്ല, പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി അങ്ങ് പഠിച്ചു. പിന്നെ ഞാൻ ചപ്പാത്തിക്ക് മാവ് കിടക്കുമായിരുന്നു. ഈ ഫുഡ് പ്രോസസ്സർ ഉള്ളതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ ഭയങ്കര എളുപ്പത്തിലാണ് നടക്കുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് അയിന് കിട്ടും. പിന്നെ എനിക്ക് കൈവച്ചുകൂടെ അയച്ചാൽ എനിക്കൊരു സമാധാനം ആവത്തുള്ളൂ. കുറച്ച് അയിനുകൊണ്ട് ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആലപ്പുഴയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ എഗ് മട്ടർ മസാല കഴിച്ചു. അവിടുത്തെ ഷെഫ് മാറിയതുകൊണ്ട് ആ സാധനം ഇപ്പോൾ അവിടെ കിട്ടുന്നില്ല. കഴിക്കാൻ കൊതി തോന്നിയപ്പോൾ എന്നാൽ റെസിപ്പി പഠിച്ചേക്കാന്ന് ഞാനൊന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് മുട്ടയും കുറച്ച് മസാലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ കുറച്ച് ബട്ടറും ചേർത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർത്ത് ഇളക്കി മാറ്റി വെച്ചു. കുറച്ച് നേരം മൂടി വെച്ചു. എന്നിട്ട് നമുക്ക് തക്കാളി വേണം. തക്കാളി ഞാൻ വേവിച്ചിട്ടാണ് അരയ്ക്കുന്നത്. തക്കാളി വേവിച്ച് കുറച്ച് നല്ല ജീരകം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് അങ്ങ് അരച്ചിട്ട് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്നതിലോട്ട് ഇട്ടു. എന്നിട്ട് നമ്മുടെ പൊടികളെല്ലാം ചേർത്തു. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെന്താ അതെല്ലാം കൂടെ ചേർത്ത് അങ്ങ് ഇളക്കി വഴറ്റി മൂപ്പിച്ച് കുറച്ച് നേരം അങ്ങ് ഇളക്കി. എന്നിട്ട് നമ്മൾ കുറച്ച് റോസ്റ്റഡ് ഗ്രാം ഫ്ലോർ ചേർത്തു. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങ് കുറച്ച് നേരം മാറ്റി വെച്ചു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്തു. അതായത് ഗ്രീൻ പീസ് കറിയുടെ അത്രയൊന്നും ഞാൻ വേവിച്ചില്ല, കുറച്ചൊരു 2-3 വിസിൽ അടിച്ചു. എന്നിട്ട് അതും കൂടെ ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞ് ഒന്ന് തിള വരുമ്പോൾ കുറച്ച് ഗരം മസാല ഇട്ടു. പിന്നെ ഞാൻ ആ ഫ്രൈ ആക്കി വെച്ച മുട്ട രണ്ടായിട്ട് അങ്ങ് മുറിച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെ ഇടാം. ഞാൻ പിന്നെ ഒരു ഗുമ്മിനങ്ങ് ഇട്ടന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് മല്ലിയിലയും കസൂരി മെത്തി വെക്കിയിട്ട് നമ്മളെ കറി അങ്ങ് മാറ്റി വെച്ചു. പിന്നെ അതാ ചപ്പാത്തി ഞാൻ പരത്തിയിരുന്നു. ഇതിനിടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ അതും പറ്റിയില്ല. ചപ്പാത്തി ഇതാ പരത്തി നമ്മൾ അങ്ങ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് അത് കുറച്ച് ഫ്ലഫി ആയി വന്നപ്പോഴത്തേക്കും അതും എടുത്തങ്ങ് മാറ്റി. പിന്നെ ഞാൻ കുറച്ച് ചായയും കൂടി ഇട്ട് പാത്രം എല്ലാം കഴുകി കഴിഞ്ഞപ്പോൾ എൻ്റെ രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. അങ്ങനെ വെളിയിൽ ചെന്ന് നോക്കിയപ്പം അവിടെയും ജോലിയിൽ ഏകദേശം കഴിഞ്ഞിരുന്നു. ഒരാഴ്ചയ്ക്ക് മുന്നേ തുടങ്ങിയതാണ്. അപ്പോൾ അതിനിടയ്ക്ക് 2-3 ദിവസം രാവിലെയും വൈകിട്ടൊക്കെ മഴയായതുകൊണ്ട് ഒന്നും നടന്നില്ല. പിന്നെ അതാ വീണ്ടും ഇന്നാണ് ചെയ്തത്. 2 ദിവസം മുടങ്ങിയിട്ട് ഇന്നാണ് ചെയ്തത്. അപ്പോൾ വാതിൽ അത്രയും ഭാഗം വൃത്തിയാക്കി ചെടിച്ചട്ടി എല്ലാം എടുത്ത് നല്ല ഓർഡറിലടുക്കി അത്രയും വൃത്തിയാക്കി അവർ ഫ്രഷ് ആകും. പിന്നെ അവർ ഫ്രഷായി വന്നിട്ട് നമ്മളിരുന്ന് കാപ്പി കുടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.